ബയോളജിക്കൽ ഫിൽറ്റർ, ടോപ്പ് ഫിൽറ്റർ, സം ഫിൽറ്റർ, കാനിസ്റ്റർ ഫിൽറ്റർ, UG ഫിൽറ്റർ. എന്ത് വെറുപ്പിക്കലാണ് സജി. കുറെ പേരുകൾ കാണാപ്പാടം പഠിച്ചിട്ട് ക്യാമറയുടെ മുന്നേ വന്നിട്ടുള്ള പ്രഹസനം. ഇവരിവിടെ എന്ത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കണമെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അറിയാം, ഇവർ ഫിൽറ്ററുകളെ കുറിച്ചും അവയുടെ പ്രവർത്തന രീതികളെ കുറിച്ചും അവയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സുകളെ കുറിച്ചും അറിയാനാണ് ഇരിക്കുന്നത്. മണ്ണാൻ കട്ട. നിങ്ങളുടെ ടാങ്കി വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫിൽറ്റർ അതല്ല അറിയേണ്ടത്. മത്സ്യം വളർത്താൻ അക്വേറിയം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങേണ്ട ഫസ്റ്റ് പ്രയോറിറ്റി ആണ് ഫിൽറ്റർ. കാരണം അക്വേറിയത്തിലെ വെള്ളത്തിന്റെ ക്ലാരിറ്റി നിലനിർത്തുന്നത് ഫിൽറ്ററാണ്. വാട്ടർ ക്ലാരിറ്റി നിലനിർത്തുന്നതോട് കൂടെ തന്നെ വെള്ളത്തിൽ ഒഴുക്കുണ്ടാക്കുകയും അതുവഴി വെള്ളത്തിന്റെ ആൽഗെ ഫോർമേഷൻ ഒരു പരിധി വരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഫിൽറ്ററുകളിൽ മിക്കവയും ബാക്ടീരിയ കോളനൈസേഷന്റെ പ്രഥമ കേന്ദ്രങ്ങളായി വർത്തിക്കുന്നു. അക്വേറിയത്തിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടോ അതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയായിരിക്കണം അക്വേറിയത്തിൽ വെക്കാൻ പോകുന്ന ഫിൽറ്ററിന്റെ ഫ്ലോ റേറ്റ്. ഈ ടാങ്കിൽ 54 ലിറ്റർ വെള്ളമുണ്ട്. 54 × 5 270 ലിറ്റർ പെർ അവർ ആയിരിക്കണം ഈ ടാങ്കിൽ വെക്കുന്ന ഫിൽറ്ററിന്റെ ഫ്ലോ റേറ്റ്. 270 ലിറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 270 ലിറ്റർ വെള്ളം ഈ ഫിൽറ്ററിൽ കൂടി കടന്നു പോകും. അത് നമ്മുടെ ടാങ്കിലെ വെള്ളം മണിക്കൂറിൽ 5 തവണ ഫിൽറ്റർ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ എൻ്റെ കയ്യിലുള്ള ടാങ്കില് എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്ന എങ്ങനെ അറിയാൻ പറ്റും? അക്വേറിയത്തിന്റെ നീളം, വീതി, ഉയരം ഇത് 3 സെന്റിമീറ്ററിൽ എടുക്കണം. ഇത് 3 കൂടി ഗുണിച്ചതിന് ശേഷം അതിനെ 1000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് അക്വേറിയത്തിന്റെ വാട്ടർ കപ്പാസിറ്റി. ടാങ്കിലെ വെള്ളത്തിന്റെ അളവനുസരിച്ചും ടാങ്കിന്റെ ഇന്റീരിയർ അനുസരിച്ചും നമുക്ക് ഫിൽറ്റർ ചൂസ് ചെയ്യാം. ഫ്രഷ് വാട്ടർ അക്വേറിയത്തിന്റെ ഇന്റീരിയറിനെ പ്ലാന്റഡ് അക്വാസ്കേപ്പ് എന്നും നോൺ പ്ലാന്റഡ് അക്വാസ്കേപ്പ് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ടാങ്കിലെ വെള്ളത്തിന്റെ അളവ് 25 ലിറ്ററിനും 60 ലിറ്ററിനും ഇടയിലാണെങ്കിൽ അതൊരു പ്ലാന്റഡ് അക്വേറിയം ആണെങ്കിൽ ഒരു ഹാങ് ഓൺ ഫിൽറ്റർ മതി. 60 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കില് ഒരു കാനിസ്റ്റർ വെച്ച് എന്താ കുഴപ്പം? വീഡിയോ മുഴുവനായി കണ്ടു തീർന്നാൽ ആ ഡൗട്ട്സ് ഒക്കെ തീരും. ഇനി ഇതൊരു നോൺ പ്ലാന്റഡ് അക്വേറിയം ആണെങ്കിൽ അതിലൊരു സ്പോഞ്ച് ഫിൽറ്റർ വെച്ചാൽ മതി. വാട്ടർ വോളിയം 60 ലിറ്ററിനും 600 ലിറ്ററിനും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് യോജിച്ചത് ഒരു കാനിസ്റ്റർ ഫിൽറ്റർ ആണ്. ഈ സെയിം സെറ്റപ്പ് ഒരു നോൺ പ്ലാന്റഡ് ടാങ്ക് ആണെങ്കിൽ അതിലൊരു UG ഫിൽറ്റർ അഥവാ അണ്ടർ ഗ്രേവൽ ഫിൽറ്റർ വെച്ചാൽ മതി. 600 ലിറ്ററിന് മേലെ വാട്ടർ വോളിയം ഉള്ള ഒരു അക്വേറിയം ആണെങ്കിൽ അതിലൊരു സമ്പ് ഫിൽട്രേഷൻ യൂണിറ്റ് വെച്ചാൽ മതി. പ്ലാന്റഡ് അക്വേറിയങ്ങൾക്കും നോൺ പ്ലാന്റഡ് അക്വേറിയങ്ങൾക്കും സമ്പ് ഫിൽട്രേഷൻ യൂണിറ്റ് ഉചിതമായിട്ടുള്ളതാണ്. പ്ലാന്റഡ് ടാങ്കുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിൽട്രേഷൻ യൂണിറ്റുകളാണ് ഹാങ് ഓൺ ഫിൽറ്ററും കാനിസ്റ്റർ ഫിൽറ്ററും സമ്പ് ഫിൽറ്ററും എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവ 3ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ വ്യത്യാസം, ഇവ 3ഉം തമ്മിലുള്ള വലുപ്പ വ്യത്യാസമാണ്. ഹാങ് ഓൺ വളരെ ചെറുതും കാനിസ്റ്റർ ഒരു ഇടത്തരവും സമ്പ് വളരെ വലിയ ഫിൽട്രേഷൻ യൂണിറ്റുമാണ്. അതുകൊണ്ടാണ് ഇവയെ 3ന്റെയും വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 3 കാറ്റഗറിയിലേക്ക് തരംതിരിച്ചിരിക്കുന്നത്. ഹാങ് ഓൺ ഫിൽറ്റർ വളരെ ചെറുതായതിനാൽ അതിൽ സ്പോഞ്ച് മാത്രമായിരിക്കും ഫിൽട്രേഷൻ മീഡിയ ആയി ഉപയോഗിക്കുന്നത്. ചില ഹാങ് ഓൺ ഫിൽറ്ററുകളിൽ ആക്ടിവേറ്റഡ് കാർബണും ഉണ്ടായിരിക്കും. ഹാങ് ഓൺ ഫിൽറ്ററിന്റെ സ്പോഞ്ചിന്റെ ഉള്ളിൽ കൂടി വെള്ളം കടന്നു പോകുമ്പോൾ അഴുക്ക് മുഴുവൻ സ്പോഞ്ചിൽ ഹോൾഡ് ചെയ്ത് ഈ ഫിൽറ്റർ വെള്ളത്തിന് നല്ല ക്ലാരിറ്റി നൽകുന്നു. ഫിൽറ്ററിൽ അഴുക്ക് നിറഞ്ഞ് അത് ബ്ലോക്ക് ആകാതിരിക്കുന്നതിനും ഫിൽറ്ററിന്റെ എഫിഷ്യൻസി കുറയാതിരിക്കുന്നതിനും വേണ്ടി 20 ദിവസത്തിലൊരിക്കൽ ഫിൽറ്റർ സ്പോഞ്ച് വാഷ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇടത്തരം കാറ്റഗറിയിൽപ്പെട്ട കാനിസ്റ്റർ ഫിൽറ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഹാങ് ഓണിനെ അപേക്ഷിച്ച് അത്യാവശ്യം ഇന്നർ സ്പേസ് ഉള്ളതാണിത്. ഫിൽറ്റർ മീഡിയ ആയി സ്പോഞ്ചിന് പുറമെ നമുക്കിതിൽ സിറാമിക് റിങ്സ് പോലുള്ളവ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫിൽറ്റർ മീഡിയ ആഡ് ചെയ്യുമ്പോൾ അല്പം ബാക്ടീരിയ കൾച്ചർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഹാങ് ഓൺ ഫിൽറ്ററിന്റെ ഫിൽറ്റർ സ്പോഞ്ച് 20 ദിവസത്തിലൊരിക്കൽ വാഷ് ചെയ്യണമെങ്കിൽ കാനിസ്റ്റർ ഫിൽറ്ററിന്റെ ഫിൽറ്റർ മീഡിയ 8 മാസത്തിലൊരിക്കൽ വാഷ് ചെയ്താൽ മതി. കാനിസ്റ്റർ ഫിൽറ്ററും സമ്പ് ഫിൽറ്ററും തമ്മിലുള്ള വ്യത്യാസം സർവീസ് പീരീഡ് തന്നെയാണ്. കാനിസ്റ്റർ ഫിൽറ്റർ 8 മാസത്തിലൊരിക്കൽ സർവീസ് ചെയ്താൽ മതിയെങ്കിൽ സമ്പ് ഫിൽറ്റർ 3 വർഷത്തിലൊരിക്കൽ വെള്ളം മാറിയാൽ മതി. നേരത്തെ ഹാങ് ഓൺ ഫിൽറ്ററിന്റെയും കാനിസ്റ്റർ ഫിൽറ്ററിന്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സ്പോഞ്ച് ഫിൽറ്ററിന്റെയും UG ഫിൽറ്ററിന്റെയും കാര്യം.
സ്പോഞ്ച് ഫിൽറ്റർ 20 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ആഴ്ചയിൽ 30% വെള്ളം മാറണം. എന്നാൽ UG ഫിൽറ്റർ വെച്ചിരിക്കുന്ന ടാങ്കിന്റെ ബോട്ടത്തിൽ ബാക്ടീരിയ കൾച്ചർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീക്കിലി വെള്ളം മാറണ്ട, 6 മാസം കൂടുമ്പോൾ വെള്ളം മാറിയാൽ മതി. സ്പോഞ്ച്, UG, ഹാങ് ഓൺ, കാനിസ്റ്റർ, സമ്പ് ഒക്കെ പറഞ്ഞില്ലേ? എന്നാ പിന്നെ ടോപ്പ് ഫിൽറ്ററും ബയോളജിക്കൽ ഫിൽറ്ററും കൂടി എന്ന് പറയണം. ചെറിയ പ്ലാന്റ് ടാങ്കുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിൽറ്ററാണ് ടോപ്പ് ഫിൽറ്റർ. ഹാങ് ഓൺ ഫിൽറ്റർ ടോപ്പ് ഫിൽറ്ററിന് പകരം ഉപയോഗിക്കാം എന്നതുകൊണ്ടും ഹാങ് ഓൺ ഫിൽറ്റർ ടോപ്പ് ഫിൽറ്ററിന്റെ പവർ ഹെഡ് ടാങ്കിനുള്ളിൽ കൺസ്യൂം ചെയ്യുന്ന അത്രയും സ്പേസ് കൺസ്യൂം ചെയ്യില്ല എന്നതുകൊണ്ടും ഞാൻ നിർദ്ദേശിക്കുന്നത് ഹാങ് ഓൺ ഫിൽറ്ററാണ്. നിങ്ങൾ ഓൾറെഡി ടോപ്പ് ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഹാങ് ഓൺ ഫിൽറ്റർ വെക്കണമെന്നില്ല, അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഈ ഫിൽറ്റർ സ്പോഞ്ചിലേക്ക് ഒരു എയറേറ്റർ കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ് ബയോളജിക്കൽ ഫിൽറ്റർ. വെള്ളത്തിൽ ഓക്സിജൻ സപ്ലൈ ഉറപ്പുവരുത്തുന്നതോടുകൂടി തന്നെ ഫിൽട്രേഷനും നടത്തുന്നു. ഇത് കൂടുതലായും ബ്രീഡേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. മത്സ്യത്തിനെ ബ്രീഡ് ചെയ്ത് ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റേത് ഫിൽറ്റർ വെച്ചാലും കുഞ്ഞുങ്ങൾ ഫിൽറ്ററിൽ കയറിപ്പോയി ചാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ബ്രീഡിംഗ് സമയത്ത് ഏറ്റവും യോജിച്ച ഫിൽറ്റർ ബയോളജിക്കൽ ഫിൽറ്റർ ആണ്. ഇനി പറയാൻ ബാക്കിയുള്ളത് ഫിഷ് പോണ്ടിന്റെ ഫിൽട്രേഷൻ യൂണിറ്റിനെ കുറിച്ച് മാത്രമാണ്. പോണ്ട് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും അതിന്റെ ഘടന അക്വേറിയത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സങ്കീർണമായ അതിന്റെ ഫിൽട്രേഷൻ യൂണിറ്റിനെ കുറിച്ചുള്ളത് ഒരു പ്രത്യേക സബ്ജക്റ്റിൽ ചെയ്യുന്നതിനുള്ള മാറ്റർ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഫിഷ് പോണ്ടിന്റെ ഫിൽട്രേഷൻ യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു എപ്പിസോഡിൽ ചെയ്യുന്നതാണ്. ഇന്ന് വിവരിച്ച ഫിൽട്രേഷൻ യൂണിറ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ഏറ്റവും ചെലവ് കൂടിയതും മെയിൻ്റനൻസ് കുറഞ്ഞതുമായിട്ടുള്ളത് സം ഫിൽട്രേഷൻ യൂണിറ്റ് ആണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇടത്തരത്തിൽപ്പെട്ട കാനിസ്റ്റർ ഫിൽറ്റർ ആണ്. നമുക്ക് ഒരു ബജറ്റ് നൽകുന്ന ചൈനീസ് കമ്പനികളായ സൺസണിന്റെ കാനിസ്റ്റർ ഫിൽറ്ററോ അല്ലെങ്കിൽ കുറച്ചുകൂടി ബജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിയൻ മേഡായ ഫ്ലൂവലിന്റെയോ അല്ലെങ്കിൽ ജർമ്മൻ മേഡായ സെറ, എഹിം തുടങ്ങിയ ബ്രാൻഡുകളുടെയോ കാനിസ്റ്റർ ഫിൽറ്റർ കണ്ണും പൂട്ടി വാങ്ങാം. സ്പോഞ്ച് ഫിൽറ്റർ വാങ്ങിക്കുമ്പോൾ ഏറ്റവും നല്ലത് എഹിമിൻ്റെയാണ്, പക്ഷേ വില കൂടും. ഒരു മിഡ് റേഞ്ചിലുള്ള സ്പോഞ്ച് ഫിൽറ്റർ ആണ് നോക്കുന്നതെങ്കിൽ സൺസണിൻ്റെയോ ബോയുവിൻ്റെയോ സ്പോഞ്ച് ഫിൽറ്റർ വാങ്ങിക്കാം. ഹാങ് ഓൺ ഫിൽറ്റർ വാങ്ങുമ്പോൾ ബോയു, RS തുടങ്ങിയ മിഡ് റേഞ്ചിലുള്ള ഹാങ് ഓൺ ഫിൽറ്ററുകളോ അല്ലെങ്കിൽ അല്പം വില കൂടിയ ഫ്ലൂവലിന്റെ ഹാങ് ഓൺ ഫിൽറ്ററോ വാങ്ങാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ളത് എന്തും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ കുറഞ്ഞു വരും. ഷെയർ ചെയ്യുമ്പോൾ വർദ്ധിക്കുന്നതായി ഒന്നേ ഉള്ളൂ, അത് അറിവാണ്. എൻ്റെ അറിവ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തതുപോലെ നിങ്ങളുടെ നോളജ് മറ്റു പലർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ വീണ്ടും വരും നല്ലൊരു സബ്ജക്റ്റുമായി. ടിൽ ദെൻ, ഹാപ്പി ഫിഷ് കീപ്പിംഗ്.